അല്ല അല്ല നമുക്ക് നാളെ പള്ളിയിൽ കാണണം. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വരണം. ഓക്കെ അച്ഛൻ വന്നേ. എന്നാടി? എനിക്കെന്തോ ഒരു പന്തികേട് പോലെ. എന്താ? അന്നേ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? അയ്യോ, ഒച്ച വെക്കാതെ. ഏയ് പ്രശ്നമൊന്നുമില്ല. നീ ആ ഫോണിൽ ഞാൻ സ്വിച്ച് ഓഫ് ആണല്ലോ. ഒന്നുകൂടി വിളിച്ചു നോക്ക്. ഈ വീട് മുഴുവൻ ഞാൻ നോക്കി. അന്ന ഇവിടെ ഒന്നുമില്ല. നമുക്ക് വേഗം പോലീസിൽ അറിയിക്കാം. അയ്യോ അച്ഛയ, ഇനി എന്നെ ചെയ്യാ? ചതിച്ചോ? എന്നെ പോകുന്ന വഴിക്ക് വീടിന്റെ അവിടെ ആക്കണേ. ഇറക്കാം. പ്രണയ നിമിഷങ്ങളിൽ ഇറ്റ്സ് മീ ബിജു. ഈ കാത്തന നിമിഷങ്ങളിൽ പ്രിയെ നിന്നെ ഞാൻ ഓർത്തു പോവുകയാണ്. രാത്രിയുടെ ഈ സുന്ദരയാമങ്ങളിൽ സംഗീതം എന്നെ മതോന്മത്തനാക്കുന്നു. ഉന്മാദ നിമിഷങ്ങളിൽ പ്രണയഭരിതമാക്കുവാൻ. ഇതിനെത്ര വില? നീ ഫിലിപ്പച്ചായനോട് വിളിച്ചു പറ ആൾക്കാരുമായിട്ട് കോളേജ് ജംഗ്ഷനിലോട്ട് വരാൻ. ഗോചായ, ആദ്യം നമുക്കൊന്ന് സംസാരിക്കാം, എന്നിട്ട് മതി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ലേ? കൂടാൻ പോയതാ, കഴിക്കേണ്ടി വന്നു. ഇത് എന്റെ ഭാര്യ പ്രിയ. എന്താ ഇത് അന്ന. എന്താ മാധവ്, എന്താ കാര്യം? എല്ലാം കൈവിട്ടു പോയി. എനിക്കൊന്നും മനസ്സിലാവണില്ല. അതൊക്കെ പറയാം. അത് ഞങ്ങൾ അകത്ത് കയറട്ടെ. ചേരിപ്പൊക്കെ ഒന്ന് പുറത്തിടണേ. ഒന്നും വിചാരിക്കല്ലേ, കുറച്ച് വൃത്തി കൂടുതലാണെന്ന് വരും. What have you done, Madhav? It's so unfair. ഇനി എന്താ ഉണ്ടാവാൻ പോണേന്ന് അറിയോ? കുട്ടി ഉണ്ടാവും. അല്ലെ കുട്ടി നന്നായി ആലോചിച്ചിട്ടാണ് നമ്മളുടെ ഒപ്പം വന്നിരിക്കുന്നത്. പക്ഷെ ഇത് വലിയ വിഷയമില്ല, നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമുള്ളൂ. എങ്ങനെ സോൾവ് ചെയ്യുന്നാ പറയുന്നേ? എങ്ങനെ സോൾവ് ചെയ്യും? ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ എന്റെ റൂമിലേക്കോ പോവായിരുന്നു അല്ലേ? ജെറി, ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നോണ്ടല്ല ഞാൻ ഈ പറയുന്നേ. ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയാ. അതിന് ടെൻഷൻ ആവണ്ട. നമുക്ക് പോലീസിലൊന്ന് ഇൻഫോം ചെയ്തല്ലോ. പോലീസിനൊക്കെ അവർ അറിയിച്ചിട്ടുണ്ടോ? ആ ഫോണും തന്നെ. ഹലോ, ഞാൻ അന്നയാ. മനസ്സിലായി. യാത്രയൊക്കെ സുഖമായിരുന്നോ? ബുദ്ധിമുട്ടൊന്നും കൂടാതെ എത്തേണ്ടടുത്ത് എത്തിയല്ലോ അല്ലേ? കൊച്ചു ഒളിമ്പിക്സിന് പോണം കേട്ടോ. ഹൈ ജമ്പിനാണ് ഇന്ത്യക്കൊരു മെഡൽ ഉറപ്പാണ്. എന്നോട് ക്ഷമിക്കണം. എന്തിന്? ഞാൻ ചെയ്തത് തെറ്റാന്നറിയാം. ക്യാരക്ടർ ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറയണായിരുന്നു. പക്ഷെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് താമസിക്കേണ്ടവരാകുമ്പോ. അയ്യോ മോളെ, ഇതിപ്പോ നന്നായെന്നാ ഞാൻ പറയുന്നത്. ഇപ്പൊ കുട്ടി മതിലയാടി, അതവിടെ തീർന്നു. കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് കൂട്ടുകാരനെ കണ്ടിരുന്നെങ്കിൽ പിന്നെ അവൻ എന്റെ വീട്ടിലേക്ക് മതിലയാടാൻ തുടങ്ങും. എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റൂ? സെക്യൂരിറ്റി വെക്കാന്നൊക്കെ പറഞ്ഞാൽ മാസം 10,000-15,000 രൂപയുടെ ചെലവാ. ഒരു റിട്ടേൺസ് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാ, ഈ ബിസിനസ്സിൽ ഞാൻ ഒരു 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ കേറ്ററിംഗ്, കോസ്റ്റ്യൂംസ്, ഓർണമെന്റ്സ്, അതിനൊക്കെ ആ നെക്ലസ് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അലമാരക്കകത്ത്. 4,32,15 രൂപയുടെ. ഏതായാലും അത് ഞാൻ ഇങ്ങ് എടുത്തിട്ടുണ്ട്. നാളെ തന്നെ അത് ആ ജ്വല്ലറി റിട്ടേൺ ചെയ്യാം. മാർക്കറ്റിൽ വില കയറി നിൽക്കുന്ന ടൈമാണേ. എന്നതാണേലും 15 ലക്ഷവും അതിന് 9.9% ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടിയാൽ എനിക്ക് പ്രശ്നമേ ഇല്ല. ഐ ആം ഹാപ്പി. അയാളുടെ മോന്ത കിട്ടി കുത്തും കൂടി കൊടുത്തിട്ട് വരായിരുന്നില്ലേ? അതാണ്. ഹലോ ഹലോ ഹലോ.
ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ അല്ലേ? ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആകെ ഒരു മുറിയുള്ളൂ. മുകളിൽ ഓണറാണ്. ആ പോർഷൻ ഓണർ ആർക്കോ റെന്റിന് കൊടുത്തേക്കുക. ആ റൂമിൽ ഇവര് കിടക്കട്ടെ, നമുക്കിവിടെ വിശാലമായ ഹാളല്ലേ. അയ്യോ അത് വേണ്ട, ഞങ്ങൾ ഇവിടെ കിടന്നോളാം അല്ലേ? അതൊരു കുഴപ്പമില്ലേ? അത് കുഴപ്പമാവും. അതൊക്കെ നമുക്ക് ശരിയാക്കാം. അയ്യോ ആദ്യം എനിക്കൊന്ന് ഫ്രഷ് ആവണം. ആ മതിലേലെ പൊടിയും എല്ലാം. എന്ത് പറ്റി? അസുഖം എന്തെങ്കിലും ഉണ്ടോ? പ്രിയക്ക് ഒരു ചെറിയ അസുഖമുണ്ട്. ന്യൂക്ലിയർ ബോംബ് വീണ് കഴിഞ്ഞാലും പ്രിയക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ കുറച്ച് പൊടി പറ്റിയ അല്ലെങ്കിൽ വെച്ച സാധനം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിരിക്കുക, അത് സഹിക്കില്ല. ഇത്ര വൃത്തി കൂടിയ ഒരു ഭാര്യ ആയതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയൊന്നും വീട്ടിലേക്ക് അടുക്കാറേ ഇല്ല. ഹലോ. നന്നായി അല്ലേ? അവരെ വിളിച്ചോ? ചെറി, ടീഷർട്ട് കൊള്ളാലോ. സൂപ്പർമാൻ മാധവന്റെ. എന്റെ ഫസ്റ്റ് നൈറ്റ് എത്ര പെട്ടെന്നാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ചെവി കേട്ടൂടെ? അവിടെ ചെറി, ചെറി. അവിടെ ചെന്ന് വിളിക്കോ? അവിടെ പോയി വിളിക്കണോ? കുഴപ്പമില്ല. പാട്ട് ഇഷ്ടമാണ്. മതി, അഭിനയം മതി. കേക്ക് റെഡി, കേക്ക് റെഡി. വാ വാ വാ. കേക്ക് അതിനാണ്. ചമ്മിപ്പോയി. ദേവം വരുമ്പോ വെറുതെ ചിരിച്ചോട്ടോ. ഓക്കെ, വരണ്ട. നോക്ക് നോക്ക് നോക്ക്. മനുഷ്യനായാലും ഇത്ര ആർത്തിയുടെ കാര്യമൊന്നും ഇല്ല കേട്ടോ. മുറിക്ക് മുറിക്ക്. അതല്ല, ഇത് മുഴുവൻ എടുത്ത് എന്റെ തലയിടുകയുണ്ട്. ഹാപ്പി മാരീഡ് ലൈഫ് ഡിയർ വൺസ്. ഡാർക്ക് ചോക്ലേറ്റ് ആണേ. അതെ, ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം കുറച്ച് പോസിറ്റീവായിട്ട് എടുക്കണം. ജെറി എന്താ പറയണേ? അല്ല, ഞങ്ങളിവിടെ ഒന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോ കുറച്ച് നാളായല്ലോ. വന്നിട്ടല്ല, പറ്റിക്കൂടിയിട്ട്. അതുകൊണ്ട് ഞങ്ങളൊന്ന് വാടകയ്ക്ക് ഒരു ചെറിയ വീടെടുത്ത് അങ്ങോട്ട് മാറിയാലോ എന്ന് ആലോചിക്കുക. ചെറിയ വീടാക്കണ്ട, കുറച്ചും കൂടി വലിയ വീടെടുത്താ ഞങ്ങളും കൂടെ അങ്ങോട്ട് വരാം. അതൊക്കെ അതെ, വാടക പോകുന്ന നഷ്ടമാണ്. ഒരു ഫ്ലാറ്റ് വാങ്ങുക, എന്നിട്ട് അതിന്റെ ലോൺ അടച്ചെടുക്കുക അല്ലേ? ഞങ്ങളെന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? കുറച്ച് ഗോൾഡ് ഉണ്ട്, പിന്നെ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്താൽ മതി. ഈസി. അന്നെ ഇറങ്ങി വന്നപ്പം കുറച്ച് സ്വർണം കരുതേണ്ടതായിരുന്നു. കണ്ണുകൾ കൊണ്ടുപോലും പ്രണയിക്കാത്തവരായി ആരാണുള്ളത്? ഈ നിലാവുള്ള രാത്രിയിൽ പ്രേമിക്കാൻ എന്ത് രസമാണല്ലേ. തേനൂറുന്നത് പോലെ മധുരം നിറഞ്ഞ രാത്രി. ഒരു രോമാഞ്ചമായി ഞാൻ വരും. ഇറ്റ്സ് മീ ബിജു. അതെ, പാതിരാക്കോഴികൾ ഈ പരിപാടി നിർത്തിയതെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണിയോടെ കഴിഞ്ഞു കഴിഞ്ഞു. രാത്രി 12 മണിക്ക് ഏറിയേണ്ട പരിപാടി പട്ടാപ്പകല് ചെയ്ത് തീർത്തിട്ട് സ്മൂത്ത് ആയിട്ട് ഇറങ്ങുക അല്ലേ? വെയിലത്താണ് നിലാവ്, നക്ഷത്രം, അമ്പിളിയമ്മാവൻ. രണ്ടുപേർക്ക് സൂചിച്ചില്ലേ? അതൊക്കെ അതെ. പിന്നെ ഇന്നലത്തെ പരിപാടി ഉഗ്രനായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല? അന്നയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അന്നയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദനീനെ ഇതുകൂടി കൊണ്ടുപോയിക്കോ. വായിച്ചോ, നമുക്ക് നാളെ മാറ്റി പറയാം. അടുത്ത ദിവസം കാശാ നിനക്ക്. എടാ, ഒരു ബിൽഡേഴ്സിന്റെ ആഡാ, ID ഫിക്സിന്റെ. അവർക്ക് അലോ മിസ്റ്റർ ടീമിന്റെ വോയിസ് തന്നെ വേണമെന്ന്. നമുക്ക് ഈ ഷോയ്ക്ക് മുമ്പ് റെക്കോർഡ് ചെയ്യാം. ദാ സ്ക്രിപ്റ്റ്. പേയ്മെന്റ് എന്ത് വരും? അതൊക്കെ തരാം. അതെ, പൈസ തരാത്ത കേസാണെങ്കിലേ കാതരമായ നിമിഷങ്ങൾ. നിലാവത്തഴിച്ചു വിട്ട കോഴി. അവനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചാ മതി, ഞങ്ങൾ ചെയ്യൂല. മക്കളെ, ഏട്ടൻ പൈസ തരും. സമയം കളയണ്ട, ചെയ്തോ. പിന്നെ 5, 10, 100 പറഞ്ഞ് പറയാൻ നിൽക്കരുത് കേട്ടോ. എന്താടാ തരാം. ഞാൻ പൈസ തരാത്ത പോലെ. നമ്മളെ വിറ്റ കാശടയിലുണ്ട്. ട്രയൽ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ആയിക്കോട്ടെ, നീ തുടങ്ങിക്കോ.
ID ഫിക്സിന്റെ PMP നഗറിലെ ബഡ്ജറ്റ് വില്ല പ്രൊജക്ടുകൾ പൂർത്തിയായി. 2 ബെഡ്റൂം വില്ലകൾ 45 ലക്ഷം രൂപ മുതൽ. ബാങ്ക് ലോൺ സൗകര്യങ്ങളും കമ്പനി അറേഞ്ച് ചെയ്യുന്നു. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 98. അതെ, ആ 2 ബെഡ്റൂം വില്ലകൾ 45 ലക്ഷം രൂപ. ബാങ്ക് ലോൺ ഉണ്ട്. കൊച്ചിയിൽ PMP നഗറില് ഡീൽ മാൻ. ഡീൽ. ഇതൊരു ഇക്കോ ഫ്രണ്ട്ലി പ്രോജക്റ്റ് ആണ്. ചെടികളും മരങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ആൻ ഐഡിയൽ ഡീൽ ഫോർ യു ഗൈസ്. ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഐ ക്യാൻ ഗിവ് യു എ ഡിസ്കൗണ്ട്. നിങ്ങൾ എല്ലാവരും സെലിബ്രിറ്റി കസ്റ്റമേഴ്സ് അല്ലേ? എങ്കിൽ പിന്നെ ബ്ലോക്ക് ചെയ്യട്ടെ. നിനക്കിതിലേതാ ഇഷ്ടമായ? നിങ്ങൾ ഏതിലും നിർത്തും, മറ്റേ ഞങ്ങൾ എടുക്കാം. അത് വേണ്ട, നിങ്ങൾ ആദ്യം പറ. ഓക്കെ, ദെൻ ഐ വിൽ ഗിവ് യു ആൻ ഓപ്ഷൻ. ടോസ് ചെയ്ത് തീരുമാനിക്കാം. ടോസ് ഒന്നും വേണ്ട, പ്രിയക്ക് ഏതാ ഇഷ്ടായേ എന്നിട്ട് തീരുമാനിക്കാം. ഇത് കൊള്ളാം അല്ലേ മാധവ്? അപ്പൊ മറ്റേ നമുക്ക് എടുക്കാം.